ഏകദിനത്തിൽ 56 മുകളിൽ ശരാശരി. സൗത്ത് ആഫ്രിക്കയിലെ വിനാശകാരിയായ പിച്ചിൽ അവിശ്വസനീയമായ സെഞ്ചുറി. ലിസ്റ്റേ ക്രിക്കറ്റിൽ 212 റൺസിന്റെ ഇരട്ട സെഞ്ചുറി ധമാക. എന്നിട്ടും സഞ്ജു സാംസൺ ഇന്ത്യയുടെ 2027 ഏകദിന ലോകകപ്പ് പദ്ധതികളിൽ ഇല്ലേ? കഴിഞ്ഞ ദിവസം സുനിൽ ഗവാസ്കറും അശ്വിനും ചേർന്ന് 2027 ഏകദിന ലോകകപ്പിനുള്ള ഇന്ത്യൻ സാധ്യതാ ടീമിനെ തെരഞ്ഞെടുത്തപ്പോൾ സഞ്ജു സാംസൺ എന്ന പേര് ചർച്ചയിൽ പോലും കൊണ്ടുവന്നില്ല. കണക്കുകൾ നോക്കാൻ തയ്യാറാവാതെ ഇതിഹാസ താരങ്ങൾ പോലും സഞ്ജുവിനെ ബോധപൂർവം തഴയുകയാണോ? ഏകദിനത്തിൽ അവിശ്വസനീയമായ പ്രകടനം പുറത്തെടുത്തിട്ടും സഞ്ജുവിനെ വെറുമൊരു T20 സ്പെഷ്യലിസ്റ്റ് മാത്രമാക്കി ചുരുക്കാൻ ശ്രമിക്കുന്ന BCCIയുടെയും സെലക്ടർമാരുടെയും ഈ ക്രൂരമായ രാഷ്ട്രീയത്തിന് പിന്നിലെ യാഥാർത്ഥ്യമെന്താണ്? രോഹിത് ശർമ്മ ഒഴിയുന്ന ആ സിംഹാസനത്തിലേക്ക് സഞ്ജു എന്തുകൊണ്ട് എത്തിക്കൂടാ? ഇതിഹാസ താരങ്ങളുടെ ഈ നീക്കത്തിനെതിരെ ക്രിക്കറ്റ് ലോകത്ത് പുകയുന്ന ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളിലേക്ക് നമുക്കൊന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാം. സഞ്ജു സാംസൺ എന്ന കളിക്കാരനെ ഏകദിനത്തിൽ മോശക്കാരനാക്കാൻ ശ്രമിക്കുന്നവർ ആദ്യം അദ്ദേഹത്തിന്റെ കണക്കുകൾ എടുത്തു പരിശോധിക്കണം. ഇന്ത്യയ്ക്കായി ഇതുവരെ കളിച്ച 14 ഏകദിന ഇന്നിംഗ്സുകളിൽ നിന്ന് 510 റൺസാണ് സഞ്ജു അടിച്ചുകൂട്ടിയത്. അത് വെറും റൺസല്ല, 56.67 എന്ന വമ്പൻ ശരാശരിയിലാണ് സഞ്ജു ഈ നേട്ടം കൊയ്തത്. ഒരു സെഞ്ചുറിയും 3 അർദ്ധ സെഞ്ചുറികളും ഇതിനോടകം തന്റെ പേരിൽ കുറിച്ചു. ഇതിലേറ്റവും പ്രധാനം സൗത്ത് ആഫ്രിക്കയിൽ പോയി അവരുടെ പ്രയാസമേറിയ പിച്ചിൽ വെച്ച് നേടിയ ആ മാസ് സെഞ്ചുറിയാണ്. മാത്രമല്ല, ലിസ്റ്റേ ക്രിക്കറ്റിൽ കേരളത്തിനായി പുറത്താവാതെ 212 റൺസ് നേടി ഇരട്ട സെഞ്ചുറി തികച്ച ചരിത്രവും സഞ്ജുവിനുണ്ട്. 34 മുകളിൽ ലിസ്റ്റേ ആവറേജുള്ള ഏതു ബാറ്റിംഗ് പൊസിഷനിലും ഒരുപോലെ തിളങ്ങാൻ ശേഷിയുള്ള സഞ്ജുവിനെയാണ് ഇപ്പോൾ ഇന്ത്യൻ ഏകദിന ടീമിന്റെ പരിസരത്ത് പോലും അടുപ്പിക്കാത്തത്. ഇത്രയും മികച്ച റെക്കോർഡുള്ള ഒരു കളിക്കാരന് എന്ത് യോഗ്യത കുറവുണ്ടായിട്ടാണ് 2027 ലോകകപ്പ് ചർച്ചകളിൽ നിന്ന് പൂർണ്ണമായും തഴയുന്നത്? ഇന്ത്യൻ ക്രിക്കറ്റിൽ വലിയ സ്വാധീനമുള്ള 2 വ്യക്തിത്വങ്ങളാണ് സുനിൽ ഗവാസ്കറും അശ്വിനും. എന്നാൽ കഴിഞ്ഞ ദിവസം അവർ 2027 ലോകകപ്പിനുള്ള ഇന്ത്യൻ സാധ്യതാ ടീമിനെ തെരഞ്ഞെടുത്തപ്പോൾ സഞ്ജുവിന്റെ പേര് പോലും ഉച്ചരിച്ചില്ല എന്നത് സഞ്ജു ആരാധകരെ കടുത്ത നിരാശയിലും രോഷത്തിലുമാക്കിയിരിക്കുകയാണ്. ഒരു താരത്തിന്റെ ഫോമും കണക്കുകളും വെച്ചാവണം വിശകലനങ്ങൾ നടത്തേണ്ടത്. എന്നാൽ സഞ്ജുവിന്റെ 56 ആവറേജും സൗത്ത് ആഫ്രിക്കൻ സെഞ്ചുറിയും കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് രാഹുലിനെയും പന്തിനെയും ഇഷാൻ കിഷനെയും മാത്രം ചർച്ചയിൽ കൊണ്ടുവന്നത് തികച്ചും വിവേചനപരമാണ്. KL രാഹുൽ പ്രധാന വിക്കറ്റ് കീപ്പർ ആകുമ്പോൾ ഋഷഭ് പന്തിനെ മറികടന്ന് ഇഷാൻ കിഷനാണിപ്പോൾ ബാക്കപ്പ് വിക്കറ്റ് കീപ്പർ റോളിലേക്ക് ഉയർത്തപ്പെടുന്നത്. എന്നാൽ സഞ്ജു സാംസൺ എന്ന വമ്പൻ മാച്ച് വിന്നറെ ലോകകപ്പ് പ്ലാനുകളിൽ നിന്ന് പൂർണ്ണമായും വെട്ടിമാറ്റാൻ നടത്തുന്ന ഈ നീക്കം അനീതിയാണെന്ന് ആരാധകർ ഒരേ സ്വരത്തിൽ പറയുന്നു. യഥാർത്ഥത്തിൽ രോഹിത് ശർമ്മ ഏകദിനത്തിൽ നിന്ന് കളമൊഴിയുമ്പോൾ അദ്ദേഹത്തിന് പകരം വെക്കാൻ ഏറ്റവും അനുയോജ്യനായ താരം സഞ്ജു സാംസണാണ്. രോഹിത്തിനെ പോലെ തന്നെ പിച്ചിന്റെ ഗുണം മനസ്സിലാക്കി പതിയെ തുടങ്ങി പിന്നീട് എതിരാളികളെ കടന്നാക്രമിച്ച് കളിക്കാനുള്ള പക്വത സഞ്ജുവിനുണ്ട്. രോഹിത്തിന്റെ സിഗ്നേച്ചർ ഷോട്ടായ പുൾ ഷോട്ടുകൾ സഞ്ജുവും അനായാസം സിക്സറുകളാക്കി മാറ്റാറുണ്ട്. വലിയ മത്സരങ്ങളിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ടീമിനെ വിജയതീരത്തണിയിക്കാൻ സഞ്ജുവിന് കഴിയും. 2026 T20 ലോകകപ്പിൽ സഞ്ജു കാണിച്ച ആ മാസു പ്രകടനം ഇതിന് വലിയൊരു ഉദാഹരണമാണ്. ഇത്രയും പെർഫെക്റ്റായൊരു പകരക്കാരൻ മുന്നിലുണ്ടായിട്ടും ടീം മാനേജ്മെന്റ് സഞ്ജുവിനെ ഏകദിനത്തിലേക്ക് പരിഗണിക്കുന്നതേയില്ല എന്ന വസ്തുത സങ്കടകരമാണ്. സിംബാബ്വേക്കെതിരായ T20 പരമ്പരയിൽ നിന്നും തഴയപ്പെട്ടതോടെ ആരാധകർ ഇനി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഏഷ്യാ കപ്പിലേക്കാണ്. ഏഷ്യാ കപ്പിൽ സഞ്ജുവിനെ വീണ്ടും ഭാരത കുപ്പായത്തിൽ കാണാമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ. ഏകദിന ലോകകപ്പ് 2027 സഞ്ജു ഉണ്ടാവില്ല എന്നത് ഒരുപക്ഷെ കൈപ്പേറിയ സത്യമായിരിക്കാം. എന്നാൽ തനിക്ക് ലഭിക്കുന്ന അപൂർവ അവസരങ്ങളിൽ ബാറ്റുകൊണ്ട് അഗ്നി പടർത്തി BCCIയുടെയും സെലക്ടർമാരുടെയും കണ്ണു തുറപ്പിക്കാൻ സഞ്ജുവിന് സാധിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. കൂട്ടുകാരെ, അശ്വിനും ഗവാസ്കറും സഞ്ജു സാംസനെ പൂർണ്ണമായും ഒഴിവാക്കി 2027 ലോകകപ്പ് ടീമിനെ തെരഞ്ഞെടുത്തതോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഏകദിനത്തിൽ 56 ആവറേജുള്ള സഞ്ജുവിന് രോഹിതിന്റെ പകരക്കാരനാകാൻ അർഹതയില്ലേ? നിങ്ങളുടെ രോഷവും ചിന്തകളും താഴെ കമന്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തുക. സഞ്ജു സാംസൺ എന്ന നമ്മുടെ സ്വന്തം മലയാളി താരത്തോടൊപ്പം നിൽക്കുന്ന എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ക്രിക്കറ്റിലെ ഇതുപോലെയുള്ള ഞെട്ടിക്കുന്ന വിശകലനങ്ങൾക്കും വാർത്തകൾക്കുമായി നമ്മുടെ സ്പോർട്സ് പിച്ച് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി.